ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ശങ്കറിനെയും ഗൗരിനെയാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി പറഞ്ഞ ആവശ്യപ്പെട്ട കാര്യം ശങ്കർ ചെയ്യുന്നില്ല. അന്ന് ശരിക്കും എന്നോട് നിർബന്ധിച്ച് പ്രതികാരം ചെയ്യിച്ച് ഐ ലവ് യു പറയിച്ചില്ലേ, എനിക്ക് ശങ്കറിൻ്റെ ഐ ലവ് യു നീ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഗൗരി പിണങ്ങിപ്പോവാണ്. ഗൗരി, നീ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്, നീ അവിടെ നിൽക്ക് ഗൗരി എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഗൗരി കയറിപ്പോയപ്പോഴേക്കും എന്നൊരൊച്ച കേട്ടു. അപ്പോഴത്തേനും ഗൗരി തിരിഞ്ഞു നോക്കുമ്പോൾ ശങ്കറിനെ കാണുന്നില്ല. ആകെ പേടിച്ച് വരണ്ടു പോയിട്ടാള്. അപ്പോൾ ആകെ വെപ്രാളം പിടിച്ചിങ്ങനെ നോക്കുവാണ്. ശങ്കർ ശങ്കർ എന്ന് വിളിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഗൗരി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പൊത്തിനകത്ത് കയറി ശങ്കർ ഇങ്ങനെ ഇരുന്ന് ഗൗരി പറയുന്നതൊക്കെ ആസ്വദിച്ച് ആളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒച്ചയ്ക്ക് നിലവിളിക്കാണ്. ഗൗരി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്നിട്ട് ആര് കേൾക്കാൻ, പക്ഷേ എങ്കിൽ ശങ്കർ ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു. ഇപ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേണ്ട ശങ്കർ പതുക്കെ എഴുന്നേറ്റിട്ട് ഐ ലവ് യു ഗൗരി എന്ന് വിളിച്ച് പറയാണ്. ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കറിനെ പിടിച്ച് വേണ്ട കയറ്റി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പണിയായി കാണിച്ചത്, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, എന്തായിരുന്നു ഈ കാണിച്ചത് എന്ന് ചോദിച്ച് ചെവിക്ക് പിടിക്കുക. ഇനി ഇങ്ങനെ ചെയ്യുമോ, ചെയ്യുമോ? അപ്പോൾ തന്നെ ശങ്കർ ഗൗരീനെ ചേർത്ത് പിടിച്ചു കേട്ടോ. പാവം ആകെ വിഷമിച്ച് കരഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. ശങ്കറിനെ കണ്ടില്ല എന്നോർത്തിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് വെപ്രാളം പിടിച്ച് ഒരാളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. മറ്റാരെയല്ല അന്വേഷിക്കുന്നത്, നമ്മുടെ രഞ്ജുവിനെയാണ്. അപ്പം രഞ്ജു വന്നിട്ട് ആദർശേട്ടൻ ആരെയാണ് തിരയുന്നത്, എന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജു നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതെ രഞ്ജു, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. നീ എന്തിനാ എന്നെ ആ മലമുകളിൽ കയറി എൻ്റെ പേര് വിളിച്ചു പറഞ്ഞത്? ലീവ് എടുത്തത് എന്തിനാണെന്ന് ഞാൻ പല തവണ ചോദിച്ചില്ലേ, അപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വരുമായിരുന്നു. രഞ്ജു, നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ നിന്നോട് വ്യക്തമായി പറഞ്ഞതല്ലേ, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. എനിക്കൊരു ഭാര്യയുണ്ട്. നീ എന്നെ വേറെ രീതിയിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്. അത് നീ മനസ്സിലാക്ക. നിനക്കറിയോ, നീ കാരണം എനിക്കൊരു ഒറ്റ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി. എൻ്റെ ഫോണിലേക്ക് കോൾ വരുമ്പോൾ പോലും അത് നീയാണോന്നോർത്ത് ഞാനിപ്പോൾ പേടിക്കുക. ഞാൻ അനുഭവിക്കുന്ന പ്രഷറും ടെൻഷനും നീ ഒന്ന് മനസ്സിലാക്കുക. നീ ഈ ഭ്രാന്തൊന്നും മതിയാക്ക് രഞ്ജു, പ്ലീസ്. ആദർശേട്ടാ, ഞാൻ നിങ്ങൾക്ക് അഡിക്റ്റായി പോയി ആദർശേട്ടാ. അതുകൊണ്ടാണ്, അഡിക്ഷനാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാനേ പറ്റണില്ല ആദർശേട്ടാ. ഭ്രാന്ത് പിടിച്ചതുപോലെ ഞാൻ ആദർശേട്ടനെ സ്നേഹിച്ചു പോയി. രഞ്ജു, നിൻ്റെ ആ ഭ്രാന്തൻ സ്നേഹം എനിക്കാവശ്യമില്ല. നിന്നോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ദയവ് ചെയ്ത് നീ ഇനി ഇത്ര ഭ്രാന്തുകളായിട്ട് എൻ്റെ മുന്നിലേക്ക് വരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്നേഹം ആദർശേട്ടന് ആവശ്യമില്ലേ? വേണ്ട, എനിക്ക് ആ സ്നേഹം വേണ്ട എന്നാ പറഞ്ഞത്. ആദർശേട്ടന് എൻ്റെ സ്നേഹം ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെതിരെ ഇനി എനിക്ക് എന്നെ തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് രഞ്ജു ഒരു മലയുടെ മുകളിലേക്ക് കയറുകയാണ്. രഞ്ജു, നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് കൈക്ക് കയറി പിടിച്ചു. നീ അവിടെ നിൽക്ക്, നീ എന്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചോ. നീ ഒരു കാര്യം മനസ്സിലാക്കുക, നീ ഇനി എന്തൊക്കെ കാണിച്ചാലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ആദർശേട്ടന് എന്നോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ തടഞ്ഞത്? സ്വയം ഒഴിഞ്ഞു പോട്ടെ എന്ന ശല്യം ഒഴിയട്ടെ എന്ന് കരുതിയാൽ പോരായിരുന്നോ? അതെ, അപകടത്തിൽപ്പെടുന്നയാളെ രക്ഷിക്കുന്നത് മനുഷ്യത്താണ്, അല്ലാതെ അത് പ്രേമമോ സ്നേഹമോ ഒന്നും അല്ല. ആദർശേട്ടനൊരു കള്ളനാ, മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്ന് പറയുന്ന ഒരു പെരുങ്കള്ളൻ എന്ന് പറഞ്ഞു. ആദർശേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഈ നിമിഷം എനിക്കത് മനസ്സിലായി. മതി, ഈ ദിവസം നമ്മൾ രണ്ടുപേരും ഒരിക്കലും മറക്കാൻ പാടില്ല. ആദർശേട്ടൻ്റെ മനസ്സ് ആദർശേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് തുറന്ന് കാണിച്ചു തന്ന ദിവസം ഇത്. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എൻ്റെ ആദർശേട്ടന് ഒരു ഗിഫ്റ്റ് തരിക എന്ന് പറഞ്ഞ് ആദർശിനെ പിടിച്ച് ദേണ്ട ഒരു കിസ് കൊടുക്കണം. അതോടെ ആദർശം മിണ്ടുന്നില്ല കേട്ടോ. ആകെ സ്റ്റക്കായി പോയ പോലെ അയാൾ. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കി എന്താ സംഭവിച്ചതെന്ന് ആദർശിന് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പോവാട്ടോ, എന്നാൽ ശരി ബൈ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു അവിടുന്ന് പതുക്കെ അങ്ങ് സ്കൂട്ടായി. അതോടെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ചെന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പം ആദർശ് കവിളിലും തൂത്തി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആദർശിന് ആകെ കുറ്റബോധമായി. ഇത്രയും നാളത്തെ പോലെയല്ല, അതിലും ഇതായിപ്പോയി കേട്ടോ ശരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് കമലേനെയാണ്, ചാരങ്ങാട്ട് വീട്ടിൽ. അപ്പോൾ കമല നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്ത് നമ്മുടെ രാധാമണി പണിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. രാധാമണിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പണി നല്ല ഭംഗിയായിട്ട് ചെയ്യണമല്ലോ.
അപ്പോൾ കയ്യിലൊരു ഗ്ലാസ് പാലും ഒക്കെ ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. എന്നിട്ട് കമലയുടെ ബെഡിനടുക്കി വന്നിരുന്നു. കമലേ എന്ന് വിളിച്ചു. അപ്പോൾ കമല വേഗം ചാടി എഴുന്നേറ്റു. കേട്ടോ, വേണ്ട വേണ്ട, പതിയെ എണീറ്റാൽ മതി, ധൃതിയൊന്നും പിടിക്കണ്ട കേട്ടോ നീ എന്ന് പറഞ്ഞു. നിൻ്റെ ഈ മുഖത്ത് ഇപ്പോഴും നല്ല ക്ഷീണവും വിളർച്ചയും ഒക്കെ ഉണ്ടല്ലോ, ഡോക്ടറെ അടുത്ത് ഒന്നുകൂടെ പോണോ? വേണ്ടമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സാരമില്ല എന്ന് പറഞ്ഞു. നീ അങ്ങനെയല്ലേ പറയുള്ളൂ, ദാ ഈ പാലങ്ങ് കുടിക്കുക എന്ന് പറഞ്ഞു. കമല അതിശയത്തോടെ രാധാമണിയുടെ മുഖത്തേക്ക് നോക്കുക. ഇത് രാധാമണി തന്നെയാണോ എന്നറിയാവുന്ന മട്ടിൽ. അപ്പോൾ പെട്ടെന്ന് നീ കുടിക്ക്, നീ എന്താ നോക്കിയിരിക്കണത്? അപ്പം പിന്നെ കമല എന്ന് പറഞ്ഞ് കുടിക്കുകയാണ്. ആരോഗ്യമൊക്കെ നന്നായി നീ ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെ വിട്ട് കളയരുത്, മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതം എന്താവുമെന്നും എങ്ങനെ മുന്നോട്ട് പോകുമെന്നും എനിക്ക് ഒരു എത്തും പിടിയും കിട്ടണില്ല. അമ്മ എന്താ പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട് ഞാനും അച്ഛനും എത്രമാത്രം ആഗ്രഹിച്ചു എന്ന്, എത്ര കാലമായിട്ട് കാത്തിരിക്കുന്നു എന്നും നിനക്കറിയാവുന്നതല്ലേ. അപ്പോൾ പൂങ്കണ്ണീരൊഴുകാണ് കേട്ടോ. അപ്പോൾ ഒരു പേരക്കുട്ടിയെ താലോലിക്കാൻ, അവന് കഥകൾ പറഞ്ഞു കൊടുക്കാൻ, അവനൊപ്പം ഓടിക്കളിക്കാൻ ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായെന്ന് നിനക്കറിയോ കമലെ എന്ന് ചോദിച്ചു. അപ്പോൾ കമലയ്ക്ക് സങ്കടമായി. അമ്മയ്ക്കെല്ലാം അറിയാലോ, ഞാൻ കാരണമല്ല, എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ ഞാനല്ല കാരണക്കാരി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതെ, അമ്മയ്ക്കെല്ലാം അറിയാം, നിൻ്റെ തെറ്റല്ല, ഒക്കെ വിധിയായിരുന്നു എന്ന് കോർത്ത് സമാധാനിക്കുക നീ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശാപം കിട്ടിയതുപോലെ ആയിരിക്കാം. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നും അല്ല അമ്മ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ കമലയുടെ കണ്ണൊക്കെ തൂത്തു കൊടുക്കുകയാണ്. കരയല്ലേ മോളെ, കരയല്ലേ എന്ന് പറഞ്ഞു. അമ്മേ, എന്തമ്മേ, ഇനി ഒരിക്കലും എനിക്കൊരമ്മയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കമലേ, നീ വിഷമിക്കാതെ, നിനക്കൊരിക്കലും അമ്മയാകാൻ കഴിയില്ലായിരിക്കും എന്ന് വെച്ച് ഈ കുടുംബത്തോട് നിനക്ക് സ്നേഹമില്ലാതാവോ? ഇതെന്നെ കുടുംബമല്ലേ അമ്മേ? ഈ കുടുംബത്തിനെ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യില്ലേ, എന്ത് ത്യാഗം സഹിക്കില്ലേ? നിൻ്റെ ഈ മനസ്സാ കമലേ അമ്മയുടെ കണ്ണ് നിറയ്ക്കുന്നത് എന്ന് പറഞ്ഞ് രാധാമണി ഉടനെ കണ്ണു തൂക്കുക. അയ്യോ അമ്മ കരയാണോ എന്ന് ചോദിച്ചു. സത്യം പറയട്ടെ ശേഖരനെ അന്ന് ഞാൻ തടയേണ്ടതായിരുന്നു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേ ഇല്ല കമലേ. സത്യം പറയട്ടെ, അതൊക്കെ പോട്ടെ, എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്താ കാര്യം? ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാമെന്ന് നീ സമ്മതിച്ചല്ലോ, എനിക്കത് മതി. ഒരുപാട് സന്തോഷമായി. നീ സമ്മതിക്കുമെന്ന് അച്ഛന് വലിയ സംശയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കമല എൻ്റെ കുട്ടിയാണ്, ഈ കുടുംബത്തിലേക്ക് ആദ്യം വന്നത് അവളാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കുടുംബത്തൊരാവശ്യം വന്നാൽ അവൾ മറ്റൊന്നും നോക്കില്ല, നമുക്കൊപ്പം നിൽക്കുമെന്നൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി മോളെ, സന്തോഷമായി. അല്ല അമ്മേ, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അമ്മ പറഞ്ഞല്ലോ മോളെ, നീ അത് സമ്മതിക്കുകയും ചെയ്തില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഇതിലിപ്പം മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? സിമ്പിൾ. നിനക്കൊരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളാണെങ്കിൽ ഒരുപാട് ഒരു പേരക്കുട്ടിയെ ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ കഴിയുക? ആകെ ഒരേ ഒരു വഴിയല്ലേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് ചോദിച്ചു. എൻ്റെ മുന്നിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമേ? കമലേ, നീ വേറൊന്നും ചെയ്യണ്ട, സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ശേഖരനും നീയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താനായിട്ട് നീയൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇടുത്തി വീണ പോലെ ആയിരുന്നു നമ്മുടെ കമലയുടെ നെഞ്ചിലേക്ക്. അപ്പോൾ ഇത്രയും സ്നേഹം കാണിച്ച് രാധാമണി എത്തിയത് ഇതിനായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അമ്മ ഇപ്പം എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. രാധാമണി വേഗം എഴുന്നേറ്റു. എന്നിട്ട് കമലയുടെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് വാങ്ങി വെച്ചു. എന്നിട്ട് ഇങ്ങ് എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് കമലയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചോ. ഈ കുടുംബത്തോട് സ്നേഹമുള്ള നിന്നോടല്ലാതെ മറ്റാരോടാ അമ്മയ്ക്ക് ഇതൊക്കെ പറയാൻ പറ്റുമോ മോളെ? സന്തോഷത്തോടെ നല്ല മനസ്സോടെ ഈ വിവാഹബന്ധം വേർപെടുത്താനായിട്ട് നീ സമ്മതിക്കണം. ഇത് അമ്മയുടെ ഒരു അപേക്ഷയാണ്. നിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് നീ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതല്ലേ? ആ ഒരാഗ്രഹം ഇനിയിപ്പം നടക്കൂലോ. പിന്നെന്താ മോളെ? പിന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാട്ടോ. ശേഖരനിനി ഏത് സുന്ദരി പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാലും ഈ വീട്ടിലെ മൂത്ത മരുമോളുടെ സ്ഥാനം എന്നും നിനക്ക് തന്നെ ആയിരിക്കും.
അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് നീ വേണം പേരിടാൻ, മനസ്സിലായോ? അതെ, പിന്നെ അമ്മയെ ഈ വീടും ഒക്കെ വിട്ടു പോകാനായിട്ട് വരുമ്പോൾ നിനക്ക് കുറച്ച് വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടാവുമെന്ന് ഈ അമ്മയ്ക്കറിയാം. എന്ത് ചെയ്യാനൊക്കും മോളെ, എല്ലാണെങ്കിലും പോയല്ലേ പറ്റുള്ളൂ. അച്ഛൻ വക്കീലിനോട് സംസാരിച്ചോളും. മോളൊന്നും ചെയ്യണ്ട. നീയും ശേഖരനോടി ഒരു ദിവസം കോടതിയിലൊന്ന് പോകണം. ഒരു ഉപാധികളും ഇല്ലാതെ വിവാഹബന്ധം വേർപെടുത്താൻ രണ്ടുപേർക്കും പരസ്പരം സമ്മതമാണെന്ന് നീ എഴുതി ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം. അത്രയും മാത്രം ചെയ്തച്ചാൽ മതി മോളെ. ഇനി ആര് വന്നാലും എന്ത് ചെയ്താലും നിൻ്റെ അത്രയും സ്നേഹമുള്ളൊരു പെൺകൊച്ചിനെ ഇനി എനിക്ക് കിട്ടില്ലല്ലോ മോളെ. എനിക്ക് യോഗമില്ലാതെ പോയി, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? നീ കിടന്നോട്ടോ എന്ന് പറഞ്ഞ് രാധാമണി കാര്യമൊക്കെ സാധിച്ച് രാധാമണി പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഇതെല്ലാം കേട്ടിട്ട് കമലയാകെ മരച്ചു പോയതുപോലായി. രാധാമണി പറഞ്ഞ ഓരോ വാക്കുകളും ചങ്കിലിടുത്തി പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കമല പതുക്കെ നിലത്തിരുന്നിട്ട് ആ കട്ടിലോട് ചേർന്ന് തളർന്ന പോലെ ആയിപ്പോയി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരീനെയും ശങ്കുനെയാണ്. അപ്പോൾ രണ്ടുപേരും ദേണ്ട ഹണിമൂണൊക്കെ ആഘോഷിച്ച് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഇതൊന്നും അറിയണില്ലല്ലോ. അപ്പം ഹൗസ് ബോട്ടിലാണ്. ഗൗരി, സത്യം പറയണം കേട്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നിനക്ക് എന്തിട്ടാ തോന്നണത്? ആദ്യം ശങ്കറിന് തോന്നുന്നതെന്ന് പറ. എനിക്ക് തോന്നുന്നത് ഞാൻ പറയട്ടെ. നമ്മുടെ ഗൗരി, സത്യത്തിലുണ്ടല്ലോ നമുക്ക് നമ്മുടെ ജാക്ക് റോസും ആയാലോ? എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പഠിപ്പിക്കൊച്ചേ, നീ ഈ ടൈറ്റാനിക് സിനിമ പോലും കണ്ടിട്ടില്ലേ? അതിലെ ജാക്കിനെയും റോസിനെയും അറിയില്ലേ? ആ വമ്പൻ കപ്പൽ, ആ കപ്പലിൻ്റെ മുനമ്പത്ത് തൽക്കാലം മുനമ്പത്ത് നിൽക്കണമെങ്കിലേ നമ്മളിപ്പോൾ ഹൗസ് ബോട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴും നമുക്ക് ആ രാത്രിയിൽ ജാക്കും റോസും ആവട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അട്ടഹസിച്ച് ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വേണീനെയാണ്. അപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ വീണ്ടും കുക്ക് ചേട്ടനായിരിക്കുകയാണ്. അപ്പം വേണി അതേണ്ട കിച്ചണിലുണ്ട്. സൂപ്പർ മീൻകറി വെക്കാനുള്ള ആൾ. അപ്പം നോക്കിയിട്ട് അതെ ഫോട്ടോ ചേട്ടാ, ഇത് കുറച്ചുകൂടെ കുരുമുളക് അങ്ങോട്ട് കിട്ടേ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതേ കുരുമുളക് വാരി ഇയാൾ ഈ മീൻകറിക്കകത്തേക്ക് ഇടുകയാണ് കേട്ടോ. നല്ല തളന്ന് തിളക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? മതി മതി എന്ന് പറഞ്ഞു. അല്ല അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? പിന്നെന്താ മേഡം ചോദിച്ചോ? നിങ്ങളെ ശരിക്കും ഫോട്ടോ ചേട്ടനാണോ അതോ കുക്ക് ചേട്ടനാണോ? അപ്പോൾ ചിരിച്ചിട്ട്, ഫോട്ടോഗ്രാഫി എൻ്റെ പാർട്ട് ടൈം പരിപാടിയാണ്, കുക്കിംഗ് ആണ് എൻ്റെ മെയിൻ കേട്ടോ. സീസൺ അല്ലാത്തപ്പോൾ ഞാൻ ഈ ബോട്ടുകാരുടെ കൂട്ടത്തിലങ്ങ് കൂടുന്നേ. നമുക്കും കുറച്ച് ചിക്കിലൊക്കെ കിട്ടൂന്നേ. അത് ഏത് എങ്ങനെ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഫോട്ടോ ചേട്ടനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, കുക്ക് ചേട്ടനാണോ എന്ന് ചോദിച്ചാൽ അതും അല്ലാത്തൊരു പരുവത്തിലായി അല്ലേ? കൊള്ളാം. അപ്പോൾ വേണി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൊള്ളാം. അപ്പോൾ ഈ പുള്ളിയുടെ കറിയും പാചകമൊക്കെ നോക്കി എന്നിട്ട് ഇവരെവിടെ പോയി? ഇവറ്റകൾക്കൊക്കെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അല്ലെന്നേ, നമ്മുടെ ഏട്ടനും ഗൗരിയെയും അത്താപ്പനെയും ഒന്നും കാണാനില്ലല്ലോ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വേണ്ട ജാക്കും റോസുമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടെ. അപ്പോൾ ആ രണ്ടുപേരും ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ ശങ്കറിനൊപ്പം ഒരുപാട് ജന്മങ്ങൾ എനിക്ക് ജീവിച്ച് തീർക്കണം ഗൗരി. ഇനിയുള്ള 7 ജന്മവും നീ എൻ്റെ നെഞ്ചത്തിങ്ങനെ ചാരി നിൽക്കണം. നമ്മൾ 2 പേരും ഒരുമിച്ചുണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞു. അടുത്ത ജന്മത്തിൽ ഞാൻ മറ്റാരുടെയെങ്കിലും ആണെങ്കിലോ? ഞാൻ നിന്നെ വിട്ടുകൊടുത്താലല്ലേ? നടക്കില്ലല്ലോ. മറ്റാർക്കെങ്കിലും നിന്നെ സ്വന്താക്കാൻ പറ്റണ്ടേ? മരണത്തിന് പോലും നിന്നെ ഞാൻ തനിച്ചു വിടില്ല കേട്ടോ. മരിക്കണത് പോലും നമ്മൾ 2 പേരും ഒരുമിച്ചായിരിക്കും കേട്ടോ ഗൗരിയെ. ഇത് ശങ്കറിൻ്റെ വാക്കാട്ടോ. അപ്പോൾ ശങ്കു ഭയങ്കര സന്തോഷത്തിലാണ്. യെസ്റ്റർഡേ യുവർ ഡ്രീംസ് ഐ സി യു ഐ ഫീൽ യു എന്നുള്ള ആ പാട്ടില്ലേ, അതല്ലട്ടോ വരണത്. എനിക്ക് പറഞ്ഞ പാട്ട് ഏതാണെന്നറിയോ? തെക്ക് തെക്കേ ഒരു തെയ് എന്ന് പറഞ്ഞൊരു നാടൻ പാട്ട്, ഒരു അടിപൊളി പാട്ട് നമ്മുടെ ശങ്കറും ഗൗരിക്ക് വേണ്ടി പാടുകയാണ്. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ഗൗരിയും ഫോട്ടോഗ്രാഫർ ചേട്ടനും ബോർഡിലെ ചേട്ടനും എല്ലാവരും വന്നു. ഇവരെല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചിങ്ങനെ സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശങ്കർ ആദർശിനെ കണ്ടില്ല. അല്ല വേണിമോളെ, നമ്മുടെ അളിയൻസ് എവിടെ? അളിയൻസിനെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വായോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവർ വേണിയും പോയി ആദർശിനെ നോക്കുകയാണ്. ആദർശേട്ടാ എന്ന് വിളിച്ച് റൂമിലും ബാത്റൂമിലും ഒക്കെ നോക്കി. ഇങ്ങേരിത് എവിടെ പോയി കിടക്കുക എന്ന് ആർക്കറിയാം? അപ്പോൾ വേണി ഓടി വരികയാണ്. അതെ ചേട്ടച്ചാരെ, അത് ആദർശേട്ടനെ അവിടെ കാണുന്നില്ല, ആദർശേട്ടൻ എവിടെ പോയിന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു.
അറിയില്ല എന്നോ? അതെങ്ങനെയാണ് വേണിമോളെ ശരിയാകുക? നമ്മളവിടുന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അളിയൻസ് മോളുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇതെവിടെ പോവാനാ? അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദർശേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് ശരിയാണ്. ആദർശേട്ടൻ റൂമിലുണ്ടാവുന്ന ഞാൻ കരുതിയത്, അല്ലാതെ പക്ഷേ ഇപ്പം നോക്കിയപ്പോഴല്ലേ ആളവിടെ ഇല്ലയെന്ന് മനസ്സിലായത്. ഗൗരി, നീ ആ ഫോൺ എടുത്തിട്ട് അളിയൻസിൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചേ. അപ്പോൾ ഗൗരി വേഗം ഫോൺ എടുത്ത് വിളിക്കാണ്. ഷോ, റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും ശങ്കർ? ഇനി എന്താ ഇപ്പോൾ ചെയ്യുക? ശങ്കർ, ആദർശേട്ടൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതെ, നമ്മളിപ്പം എൻ്റെ ആണെങ്കിലും ആദർശേട്ടൻ എങ്ങോട്ട് പോയി എന്നാണ് പറയണത്. നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കാതെ നമുക്ക് അളിയൻസിനെ കണ്ടുപിടിക്കാം. ആദർശന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ശങ്കറിനോട് ഞാൻ പറഞ്ഞത് ശങ്കർ ഓർക്കുന്നുണ്ടോ? എന്താണെന്നറിയില്ല, നമ്മുടെ വേണിമോളും അളിയൻസും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യ പിണക്കമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ലാന്നേ. സത്യം, കുറച്ച് ദിവസമായിട്ട് ആദർശേട്ടൻ എന്തോ ഒരു ടെൻഷനുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്താ സംഗതി എന്ന് ഞാൻ പലവട്ടം ചോദിച്ചതാ, പക്ഷേ ആളൊന്നും പറയാൻ കൂട്ടാക്കിയതേ ഇല്ല. അപ്പോഴും ആദർശേട്ടൻ ഒഴിഞ്ഞു മാറി സംസാരിക്കുക ചെയ്തത്. വേണിമോളെ, ഗൗരി, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അളിയൻസിനെ തപ്പിയെടുക്കാം. ഏട്ടാ, ആദർശേട്ടൻ എന്തോ കാര്യമായൊരു പ്രശ്നം അലട്ടുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് അങ്ങേർക്ക് ആരോട് പറയാൻ പറ്റണമില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കെന്തോ പേടി പോലെ തോന്നുക ഏട്ടാ എന്ന് പറഞ്ഞു. സാറേ, നമുക്ക് രണ്ടും രണ്ട് വഴിക്കായിട്ട് തിരിഞ്ഞന്വേഷിക്കാം. ഞാൻ ഈ വഴിക്ക് പോവാം, നിങ്ങൾ ആ വഴിക്ക് പോവുക. എന്നാൽ പിന്നെ വേഗാട്ടെ, വിഷമിക്കണ്ടെന്നേ, ആളെ നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.